പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് PV അൻവർ. വി ഡി സതീശന് നിഗൂഢ ലക്ഷ്യമെന്നും തന്നെ ഒതുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അൻവർ പറയുന്നു. UDF-വുമായി ഇനി ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയെന്നും PV അൻവർ ചോദിച്ചു. അല്ല, ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് PV അൻവറിനെ ഒതുക്കാനാണോ UDF ചെയർമാൻ ഉദ്ദേശിക്കുന്നത്? ഇത് വളരെ ക്ലിയർ അല്ലേ? PV അൻവറിനെ ഒതുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു നിഗൂഢമായ എന്തോ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. KC വേണുഗോപാലാണല്ലോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു അതോറിറ്റിയോട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത അതോറിറ്റിയോട് സംസാരിക്കും. അപ്പോൾ കോൺഗ്രസിലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഈ പറയുന്ന UDF ചെയർമാനുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു അൻവറുമായി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ UDF ചെയർമാൻഷിപ്പ് ഞാൻ രാജിവെക്കും. വി ഡി സതീശൻ വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തിയുണ്ട്. നിർഭൻ, ഇന്നലെയൊക്കെ PV അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ആകെ പ്രതീക്ഷ KC വേണുഗോപാലാണ്. പക്ഷേ ഇന്നലെ ഒരു ചർച്ചയ്ക്ക് പോലും KC വേണുഗോപാൽ തയ്യാറായില്ല. അപ്പോൾ അൻവറിന്റെ മുന്നണിയിലേക്കുള്ള പ്രവേശനത്തിന് നിലവിൽ സതീശനാണ് ഒരു തടസ്സം. ആ നിലയിലല്ലേ PV അൻവറിന്റെ വിമർശനങ്ങൾ? വർഷ ഏകദേശം വഴിമുട്ടി എന്ന് തന്നെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നും ഈ പരമാവധി പ്രകോപനം തുടർന്ന് തന്നെയായിരുന്നു PV അൻവറിൻ്റെ ഇന്നത്തെ പ്രതികരണം. കാരണം ഈ കഴിഞ്ഞ തവണ വരെ UDF-വുമായി ബന്ധപ്പെട്ട പ്രവേശനവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഹരിയാണ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളായിരുന്നു ആദ്യഘട്ടത്തിൽ PV അൻവർ പ്രതികരിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ അത് ഈ VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വളരെ രൂക്ഷമായ വിമർശനം തന്നെ PV അൻവർ മുന്നോട്ട് വച്ചു. ഈ VD സതീശന് നിഗൂഢ ലക്ഷ്യമാണ് ഉള്ളത്. തന്നെ ഈ കാര്യത്തിൽ അധിക്ഷേപിക്കാൻ, നിരന്തരം അവഹേളിക്കാനുള്ള ശ്രമമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. KC വേണുഗോപാലിനെ കാണുന്നതിന് വേണ്ടി താൻ ശ്രമിച്ചിരുന്നതാണ്. അവിടെ അദ്ദേഹത്തിന് പോയി വൈകിട്ട് മുഴുവൻ സമയവും കാത്തിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് മറ്റ് ചില തിരക്കുകളുണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാക്കിയത്. അതിന് പിന്നിലും പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് എന്ന ആരോപണമാണ് PV അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. താൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്താൽ തൻ്റെ മുന്നണി പ്രവേശനം അടക്കം നിർദ്ദേശങ്ങൾ പരിഗണിക്കപ്പെട്ടാൽ താൻ പ്രതിപക്ഷ നേതാവ് പദവി രാജിവെക്കും എന്ന തരത്തിൽ ഭീഷണി കൂടി VD സതീശൻ മുഴക്കി എന്നതാണ് വലിയ തരത്തിലുള്ള ആക്ഷേപമാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത്. ഇത് കോൺഗ്രസും വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം ഈ വിഷയത്തിൽ PV അൻവർ കോൺഗ്രസിനകത്ത് തന്നെ ആഭ്യന്തര കലഹം ഉണ്ടാക്കുന്നതിനും മുന്നണിക്കകത്ത് പരമാവധി നേതാക്കളെ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുന്നതിനുള്ള നിലപാടിലേക്ക് PV അൻവർ പോകുന്നു എന്ന തരത്തിലുള്ള നീക്കവും കൂടി കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ PV അൻവർ അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിന് വേണ്ടി ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട്. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്ദേഹം അല്പം നിമിഷങ്ങൾക്ക് തന്നെ അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം നിമിഷങ്ങൾക്കകം തന്നെ അവിടെ യോഗ സ്ഥലത്തേക്ക് എത്തിച്ചേരുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഇന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ശേഷം, അതായത് ജില്ലാ കോർഡിനേറ്റർമാരും ഒപ്പം തന്നെ സംസ്ഥാന കോർഡിനേറ്റർമാരും പങ്കെടുക്കുന്ന സംസ്ഥാന കോർഡിനേറ്റർമാരുടെ യോഗമാണ് നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സ്ഥാപനത്തിൽ വെച്ച് ചേരുന്നത്. അതിനുശേഷം യും ഇക്കാര്യങ്ങളിൽ സംബന്ധിച്ച പ്രതികരണം ഈ സംസ്ഥാന കോർഡിനേറ്റർമാരുടെ യോഗത്തിലെടുക്കുന്ന തീരുമാനം നാളെ സ്റ്റിയറിംഗ് കമ്മിറ്റി അവരുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് യോഗം നാളെ 10 മണിക്ക് ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വെച്ച് ഈ തീരുമാനങ്ങളുമായി മുമ്പോട്ട് പോകുമെന്നതാണ് PV അൻവറുമായി ബന്ധപ്പെട്ട വിശ്വസ്ത കേന്ദ്രങ്ങൾ പറയുന്നത്.